മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ വന്നിട്ടുണ്ട് നബിയേ, ഒരുപാട് ആൾക്കാരോട് എനിക്ക് ബാധ്യതയുണ്ട് നബിയേ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, രാത്രിയിൽ വന്ന് കിടക്കപ്പായിൽ വന്നുകൊണ്ട് കിടക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല നബിയേ, വല്ലാത്ത കടമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാ ദിക്ർ എന്നറിയോ? ഏറ്റവും വളരെ വേഗമായി, ഏറ്റവും വേഗത്തിൽ നിന്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. വേറൊരു ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എന്റെ സ്ത്രീകളുമായിട്ട് ഇടപഴകുന്നതിൽ ഒരുപാട് ബാധ്യത ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട് നബിയേ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് യാ റസൂലല്ലാഹ്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് ബാധ്യതയുണ്ട്, ആ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് വീട്ടുന്നത് നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും പറഞ്ഞു കൊടുത്തൊരു ദിക്റുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മൾ ഇത് പഠിക്കേണ്ടവരാണ്, ചൊല്ലേണ്ടവരാണ്. അല്ലാഹുവേ, നമുക്ക് കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോ മാത്രമാ നമ്മൾ ഇതൊക്കെ ചൊല്ലാറുള്ളത്, ആ സമയത്ത് മാത്രമാ നമ്മൾ നിസ്കരിക്കാറുള്ളത്, ആ സമയത്ത് മാത്രമാ നമ്മൾ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, എവിടെയാ നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചു പോകുന്നത്? ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു നിന്നെ സഹായിക്കുകയുള്ളൂ, അല്ലാഹു നിന്നെ സഹായിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, ഒരുപാട് വട്ടം ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് സുന്നത്തുകൾ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. ഇതുവരെയും അല്ലാഹ് എനിക്കൊരു മറുപടി തന്നില്ലല്ലോ, എന്റെ മക്കൾക്ക് ജോലിയായില്ലല്ലോ, എന്റെ മക്കൾക്ക് നല്ലൊരു വീട് ഇതുവരെയും ഉണ്ടായിട്ടില്ലല്ലോ. ഇങ്ങനെ നൂറുകൂട്ടം ഒരുപാട് പരാതികളുമായിട്ട് കടന്നു വരുന്നവരാണ്. അല്ലാഹുവേ, ഇടയ്ക്കതാ ഒരു വാപ്പ വന്നുകൊണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ടൊരു പരാതി പറയുകയാണ്. എന്താ പരാതി എന്തെന്നറിയോ? ഉസ്താദേ, ഒരുപാട് നിസ്കരിച്ചവനോ, ഞാൻ അല്ലാഹുവിന്റെ ഹറമിൽ പോയി ഉംറ ചെയ്തുകൊണ്ട് നിർവഹിച്ചവനോ, ഒരുപാട് അമലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകുന്നവനോ, അല്ലാഹുവേ, ഒരുപാട് ഉലമാക്കൾക്കും ആരിഫീങ്ങളുമായിട്ട് ബന്ധമുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് പോലും അല്ലാഹ് എനിക്ക് ഒരുപാട് കടങ്ങളാണ് തരുന്നത്, ഒരുപാട് പ്രശ്നങ്ങളാണ് തരുന്നത്, ഒരുപാട് പ്രയാസങ്ങളാണ് തരുന്നത്, എന്റെ ജീവിതത്തിൽ പരാജയങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതാ വാപ്പ വന്നുകൊണ്ട് പറയുമ്പോ എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്നു, ഉസ്താദേ, എന്തേ എനിക്കിത് സംഭവിക്കുന്നത്? അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണോ? അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാത്തത് കൊണ്ടാണോ? ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾ നിസ്കരിക്കാറില്ലേ? ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്, ഞാൻ ഉംറ ചെയ്തവനാണ്, എല്ലാം ചെയ്തു, പക്ഷേ നിസ്കരിക്കാൻ കൃത്യമായിട്ട് എനിക്ക് എത്താൻ സാധിക്കുന്നില്ല.
കൃത്യമായിട്ട് എനിക്ക് നിസ്കരിക്കാൻ എത്താൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണോ എനിക്ക് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലംഗാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, വമൻ അറള അൻ ദിക്രി, അല്ലാഹുവിനെ സ്മരിക്കുന്നതിനും തൊട്ട് നീ വേർപിരിഞ്ഞു പോയാൽ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നീ പിന്തിരിഞ്ഞു പോയാൽ, ഫഇന്ന ലഹു മഈശതൻ ലംഗാ, നിനക്ക് ഞെരുക്കമാർന്ന ജീവിതമാണ് ഉണ്ടാവുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അല്ല എന്നുള്ള ചിന്ത വരണമടാ പൊന്നുമോനെ. അല്ലാതെ കണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും പരാജയങ്ങളും വരുമ്പോ മാത്രം വിളിക്കേണ്ടവനല്ല അല്ല എന്നുള്ളത്. അത് ഏത് സമയത്തും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നു വരേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്നവര് ഭൂരിഭാഗവും അല്ലാഹുവേ എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ? എന്ത് പറഞ്ഞിട്ടാ ദുആ ചെയ്യാൻ വസിയത്ത് പറയുന്നത്? ഉസ്താദേ, ഒരുപാട് കടങ്ങളുണ്ട്, പലയിടത്തും പൈസ കൊടുത്തിട്ടിട്ടുണ്ട്, ആ പൈസ ഇതുവരയ്ക്കും ഒന്നും തിരിച്ചു കിട്ടുന്നില്ലല്ലോ, പലരുടേതായിട്ട് ലക്ഷങ്ങൾ കിടക്കുകയാണ്, എന്റെ ബിസിനസ് മുഴുവനും തകർന്നു പോയി കിടക്കുകയാണ്, അതൊക്കെ കിട്ടിയിട്ട് വേണം എന്റെ ബിസിനസ് ഒന്ന് വെച്ചപിടിപ്പിക്കാൻ. എന്റെ മകളതാ വളർന്നു നിൽക്കുന്നു, എന്റെ മകളതാ വളർന്നു നിൽക്കുന്നു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് സ്വന്തമായിട്ട് വീട് പോലുമില്ല എന്ന് പറയുന്നോ എത്രയെത്ര ചെറുപ്പക്കാരുണ്ടെന്നറിയോ? എടാ ചെറുപ്പക്കാരോ, ഈ ഒരു ദിക്ർ അങ്ങോട്ട് ചൊല്ലണം കേട്ടോ, ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലണം കേട്ടോ. ഏത് സമയത്താണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട്, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് സുബഹി നിസ്കരിക്കണമടാ ചെറുപ്പക്കാരോ, ജമാഅത്തായി സുബഹി നിസ്കരിക്കണമടാ പൊന്നുപോര്. എന്ത് പ്രയാസങ്ങൾ കടന്നു വന്നെന്ന് പറഞ്ഞാലും ശരി, ആ സുബഹിയുടേതായ ജമാഅത്ത് മുടക്കാതെ കണ്ട് സുബഹി നിസ്കരിക്കണമടാ പൊന്നുപോര്. എന്നിട്ട് സുബഹി ജമാഅത്തിന് ശേഷം ആ മുസല്ലയിൽ എവിടെ ഇരിക്കണം? ആ മുസല്ലയിൽ അവിടെ ഇരിക്കണം. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ ദിക്ർ ഞാൻ പറഞ്ഞു തരുന്ന ദിക്ർ അങ്ങോട്ട് ചൊല്ലണം. ആ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയോ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം അല്ലാഹു തആല തരുന്നതാണ്. പെട്ടെന്ന് തന്നെ നിന്റെ കടങ്ങൾ വീടുന്നതാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ദിക്റാണ് പൊന്നുമോര്. അല്ലാഹുവേ, നിസ്കാരമില്ലാതെ കണ്ട് ചൊല്ലിയിട്ട് കാര്യമില്ല, നിസ്കാരമില്ലാതെ ചൊല്ലിയിട്ടൊരു കാര്യവുമില്ല പൊന്നുമോര്. പലരും ദിക്ർ ചൊല്ലാൻ വേണ്ടി തസ്ബീഹും പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാ. അവർക്ക് നിസ്കാരമില്ലല്ലോ, സുബ്ഹിയുമില്ല, ളുഹറുമില്ല, അസറില്ല, മഗ്രിബില്ല, ഇശയില്ല. അല്ലാഹുവേ, ളുഹർ നിസ്കരിച്ചാ പിന്നെ അസറില്ല, അസർ നിസ്കരിച്ചാ പിന്നെ മഗ്രിബും ഇശായുമില്ല. ഇനി മഗ്രിബും ഇശയും നിസ്കരിച്ചാ പിന്നെ സുബഹിക്ക് ജമാഅത്തിന് കടന്നു വരുന്നതല്ല. തോന്നുന്ന പോലെ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോ, നിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ കടന്നു വരുന്നത് കൊണ്ടാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിനക്ക് വരുന്നില്ലല്ലോ, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ചിന്ത നിനക്ക് വരുന്നില്ലല്ലോ, നാളെ പോയി കിടക്കേണ്ട ഖബറിനെ കുറിച്ച് നിനക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. എന്റെ പെങ്ങളെ, നാളെ പോയി കിടക്കേണ്ട ഖബറിനെ കുറിച്ച് നിനക്കൊരു ചിന്ത വരുന്നില്ലല്ലോ പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വഹാബത്തേ, നിങ്ങളുടെ മുന്നിലേക്ക് അസ്റായിൽ കടന്നു വരുന്നുണ്ട് സഹാബാ. എത്ര തവണയാ ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്?
വരുന്നതെന്നറിയോ? ഒരു ദിവസത്തിൽ 70 പരം പ്രാവശ്യമാണ് ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് അസ്റായീൽ കടന്നു വരുന്നതെന്ന് ആദരവായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് നടക്കുകയാണ്, അതൊന്നും ഓർക്കാതെ കണ്ട് നടക്കുകയാണ്, അതൊന്നും ചിന്തിക്കാതെ കണ്ട് നടക്കുകയാണ്. എടാ ചെറുപ്പക്കാരോ, നിന്റെ എത്ര കൂട്ടുകാരാ മരണപ്പെട്ടു പോയത്, എത്ര പേരാ രോഗം പിടിച്ചുകൊണ്ട് കിടക്കുന്നത്, എത്ര പേരാ പൊന്നുമോര് ഹോസ്പിറ്റലുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നത്. അല്ലാഹുവേ ഇന്ന് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ പിടിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന യുവതലമുറകളെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ ഇന്ന് രോഗമാണ് രോഗമാണ് രോഗമാണ്, രോഗത്തിന്റെ പേര് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ അല്ലാഹുവേ ഒരു മനുഷ്യന്റെ മുന്നിൽ പോലും കൈനീട്ടാത്ത മനുഷ്യന്മാര് പോലും ഇന്ന് കൈനീട്ടിക്കഞ്ചുന്ന അവസ്ഥ റബ്ബേ വല്ലാത്ത പരിതാപകരമാണല്ലോ അല്ലാ, വല്ലാത്ത പരിതാപകരമാണല്ലോ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ തമ്പുരാനെ എത്ര പേരാണ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇടുന്നത്. ഇത് ഓരോരുത്തരും ചൊല്ലണം കേട്ടോ. ഒരു ദിവസത്തില് 111 പ്രാവശ്യമെങ്കിലും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോ. എന്നാ നിങ്ങളുടെ കടങ്ങൾ മുഴുവനും വേഗം തന്നെ പൊറുക്കുമെന്ന്, ആ വേഗം തന്നെ അത് മുഴുവനും വീടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. വേഗം തന്നെ കടം വീടും ഇൻഷാ അല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്ത നല്ലൊരു ദിക്റാണ്. ഈ ദിക്ർ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുക 111 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല സലാമത്താക്കും. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല സലാമത്തിലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടമെന്ന് പറയുന്നത് വലിയൊരു വിപത്താണ്. കാരണം അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞില്ലേ, നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് പോലും ബാധ്യത ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബത്തിൻ്റെതായ മയ്യത്ത് കൊണ്ടുവച്ച് സഹാബികൾ മുഴുവനും മയ്യത്ത് നിസ്കരിക്കുന്ന സമയം നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ സഹാബിക്ക് വല്ല ബാധ്യതകളുമുണ്ടോ, മനുഷ്യന്മാരുമായിട്ട് വല്ല ബാധ്യതകളുമുണ്ടോ? സഹാബത്ത് പറഞ്ഞു, ഉണ്ട് നബിയെ, അദ്ദേഹത്തിന് മനുഷ്യന്മാരുമായിട്ട് ബാധ്യതയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ പോവാണ്, നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ പോവാണ്. ബാധ്യതയുള്ള ഒരു മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പോലും അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സ് കാണിച്ചില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാവരും ദുആ ചെയ്യുന്നത് തന്നെയാണ്, ഒരു മനുഷ്യനോട് പോലും ബാധ്യതയുണ്ടാകാൻ പാടില്ല. എന്നാ മനുഷ്യനാണ് പല മാതിരിയുള്ള ഇടപാടുകളും പൈസ സംബന്ധമായ ഇടപാടുകളൊക്കെ നമ്മൾ നടത്തുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് മാനസികമായി നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ടാകുന്നത്, നമുക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ കഴിയുന്നത്. എത്ര പേരാ പറയുന്നത് രാത്രിയിൽ നല്ലതുപോലെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല? കാരണം ഈ കടങ്ങളെ ഓർത്തുകൊണ്ട് ഓരോരുത്തരും വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഉഹുദ് പർവ്വത സമാനമായ കടങ്ങളുണ്ടെങ്കിലും നിനക്കത് അല്ലാഹു തആല വീട്ടി തരുന്നതാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ദുആ ഏതാണെന്നറിയോ? അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തുൽ മുൽതരീന റഹ്മാനദ് ദുനിയാ വൽ ആഖിറ
വറഹീമഹുമാ അന്ത തർഹമുനി ഫർഹംനി റഹ്മതൻ തുഗ്നീനാ ബിഹാ അമ്മൻ സിവാ. ഒന്നും കൂടി പറയാം. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽതരീന റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ അന്ത തർഹമുനി ഫർഹംനി റഹ്മത്തും തുഗ്നീനാ ബിഹാ അമ്മൻ സിവാക്. ഈ ദുആ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉഹുദ് പർവ്വതത്തിന് അത്രത്തോളം ഉയരമുള്ള കടങ്ങളാണ് നിനക്കുള്ളതെങ്കിലും അത് മുഴുവനും വളരെ വേഗത്തിൽ തന്നെ വീട്ടുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാരുണ്ട്, മക്കളുണ്ട്, നമ്മുടെ ചെറുമക്കളുണ്ട്. അല്ലാഹുവേ, ഇന്ന് മൊബൈൽ എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ അവസാനിപ്പിക്കുന്നവരാണ്, സമയം മുഴുവനും ചവിട്ടിത്തേക്കുന്നവരാണ്. അല്ലാഹുവേ, അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഉമ്മാ, അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഉപ്പാ. ഇന്ന് നമ്മൾ ചവിട്ടിത്തേക്കുന്ന സമയമുണ്ടല്ലോ, ഒരിക്കലും അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതല്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഒരിക്കലും നമുക്ക് പുറകോട്ട് ചിന്തിക്കാൻ, പുറകോട്ട് നടക്കാൻ, പുറകോട്ട് ജീവിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, വീട്ടിലുള്ള നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഉമ്മാ, ദിക്റ് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുക, സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടൊന്ന് പാരായണം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാ, നമ്മളൊക്കെ എങ്ങനെയായിരുന്നു? ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവേ, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കടന്നുകൂടിയിട്ട് മണിക്കൂറുകൾ കടന്നു പോകുന്നത് പോലും അറിയാൻ കഴിയുന്നില്ലല്ലോ. മണിക്കൂറുകൾ ഇങ്ങനെ മിനിറ്റുകൾ പോലെ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവസാന കാലമാകുമ്പോ ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ്. ഒരു വർഷം ഒരു മാസം പോലെയാണ്, ഒരു മാസം ഒരാഴ്ച പോലെയാണ്, ഒരാഴ്ച ഒരു മണിക്കൂർ പോലെയാണ്, ഒരു മണിക്കൂർ ഒരു മിനിറ്റ് പോലെയാണ്, ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലെയാണ്. ഇങ്ങനെയാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത്. അല്ലാഹുവേ, ഇന്നൊരാഴ്ച നമുക്ക് കിട്ടിയാൽ എന്തിനാ ഉള്ളത്? ഒരു മാസം കിട്ടിയാൽ എന്തിനാ ഉള്ളത്? ഒന്നും നമ്മൾ ചെയ്തു തീർക്കുന്നില്ലല്ലോ, ഒന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, വാപ്പമാരോട്, നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഉമ്മാ, അല്ലാഹു തആലയുടെ ഖള എപ്പോഴാണ് കടന്നു വരുന്നതെന്നറിയില്ലല്ലോ. അല്ലാഹുവിന്റെ ഖള കടന്നു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതല്ല. അല്ലാഹുവേ, അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമയത്തിന്റെ വിലയെന്തെന്നറിയോ? നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹതു വൽ ഫറാഗ്. ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്നറിയോ? ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ സഹാബാ, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്നറിയോ സഹാബ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
അല്ലാഹുവിന്റെ പ്രവാചകർ ചോദിക്കുമ്പോ സഹാബത്ത് പറയും അല്ലാഹു അഅലം വറസൂലുഹു, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകത്തിൽ അല്ലാഹു തആല തന്നിരിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങൾ ഏതാണെന്നറിയോ? ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് വാരിക്കോരി തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഏറ്റവും വലിയ അനുഗ്രഹമുള്ളത് ഏതാണെന്നറിയോ? രണ്ട് അനുഗ്രഹങ്ങളാണ് സഹാബ, അസ്സിഹ്ഹത്തു വൽ ഫറാ. ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവ് സമയമാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആരോഗ്യത്തെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. അല്ലാഹുവേ, 18, 19, 20, 25, 30 വയസ്സുള്ള നമ്മുടെ ചെറുപ്പക്കാരുണ്ടല്ലോ, അല്ലാഹുവേ, ആ സമയത്ത് മുഴുവനും തന്റെ കയ്യിൻ്റെതായ വിരൽ തുമ്പുകൾ കൊണ്ട് ലോകത്ത് മുഴുവനും കിടക്കുന്ന ആഭാസങ്ങളെയും അല്ലാഹുവേ ഹറാമിയത്തുകളെയും കണ്ടുകൊണ്ട് സമയം മുഴുവനും അവര് ചെലവഴിച്ച് കളയുകയാണ്. അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയാണ്. അവരുടെ ഒഴിവ് സമയം അവര് പാഴാക്കി കളയുകയാണ്. ഒന്നും നല്ലതിനു വേണ്ടി ചെലവഴിക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ സ്വഹാബത്തിനോട് പറയുന്നു, സഹാബാ, അവസാന കാലത്തിൽ കടന്നു വരുന്ന ഒരു സമുദായമുണ്ട്. അവസാന കാലക്കാർക്ക് ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ അവർക്കൊന്നും നേടാൻ കഴിയുന്നില്ല സഹാബ. അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവരുടെ മുന്നിലുണ്ടാകും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, എല്ലാ ആനന്ദങ്ങളും അവരുടെ മുന്നിലുണ്ടാകും. അവർക്ക് പൈസയ്ക്ക് വേണമെങ്കിൽ പൈസയുണ്ട്, വലിയ കൊട്ടാര സമാനമായ വീടുകളുണ്ട്, വലിയ വലിയ പള്ളികളുണ്ട്, മസ്ജിദുകളുണ്ട്. പക്ഷേ അവർക്കാർക്കും അമല് ചെയ്യാൻ കഴിയില്ല. അങ്ങനൊരു കാലം കടന്നു വന്ന അത് ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്ന് ആദരവായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ടല്ലോ, എന്നിട്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല, നമുക്ക് അല്ലാഹുവിനോട് അടുക്കാൻ കഴിയുന്നില്ല. അല്ലാഹു ഇബ്ലീസിന്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, നമ്മുടെ മക്കളോടൊന്ന് ഉപദേശിച്ചു കൊടുക്കണം. ഉമ്മമാര് എല്ലാം വഴിവിഴച്ചിരിക്കുക. മുസല്ല വിരിച്ചുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുടെ കാലഘട്ടമാണ്. ടച്ചിന്റെ മൊബൈൽ എടുത്തുകൊണ്ട് ഇങ്ങനെ നീക്കി അനാഥ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ പിടിച്ചോണ്ടിരിക്കുക നമ്മുടെ ഉമ്മമാര്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അതിൽ കൂടിയൊന്നും സഞ്ചരിച്ചു പോകണ്ട. അതിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയി. ഇപ്പൊ തന്നെ 60 കഴിഞ്ഞു. ഇനി വലിയ കാലമൊന്നുമില്ല. കുഴിയിലോട്ട് കാല് നീട്ടി നമ്മൾ ഇരിക്കുക. എപ്പോഴാണ് അസ്രായിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, ഉപ്പമാരോട്, നമ്മുടെ മക്കളോട് നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട, അവരവരുടെ മക്കളുടെ കാര്യം നോക്കിക്കോളും. നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ നോക്കണം. അവരുടെ ദീൻ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. അവരുടെ ഇസ്ലാമിയത്തിനെ പിടിച്ചു നിർത്തേണ്ടത് നമ്മളാണ്. അവർ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കൾ നന്നാകണ്ടേ? നമ്മളത് ആഗ്രഹിക്കുന്നില്ലേ? അതോ മോഡലുകളുടേതായ മോഡലുകളും എടുത്ത്, സിനിമാ നടന്മാരുടെ മോഡലുകളും എടുത്ത് അങ്ങനെ വഴിപിഴച്ചൊരു രൂപത്തിൽ നടക്കാനാണോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുന്നത്? വാപ്പ ഗൾഫ് രാജ്യത്ത് ഇപ്പൊ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ പൈസ എടുത്ത് നമ്മുടെ മക്കൾക്ക് അയച്ചു കൊടുക്കുക. വലിയ ബൈക്കും അതേപോലുള്ള സംവിധാനങ്ങൾ എടുത്തുകൊടുത്ത് മക്കള് മക്കളുടെ വഴി, ഉമ്മാന്റെ വഴി, ഉമ്മാന്റെ വഴി, ഇങ്ങനെ പലരും പല വഴിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ആർക്ക് യാതൊരു ബന്ധവും ഇല്ല. ആരും കൂടിരുന്ന് സംസാരിക്കാറില്ല.
പണ്ട് കാലങ്ങളിൽ അങ്ങനല്ലല്ലോ, ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ്, ഒരുമിച്ചിരുന്ന് സംസാരിക്കും, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അതിനൊന്നും സമയം കിട്ടുന്നില്ല. എല്ലാവരും മൊബൈലിലെടുത്തുകൊണ്ട് ലോകത്ത് നടക്കുന്ന ആഭാസങ്ങളും അഴിഞ്ഞാട്ടങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം മാറിയിരിക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുകൊണ്ട് നിസ്കരിച്ചിട്ട് ആ നിസ്കാരപ്പായയിലിരുന്നു കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അങ്ങോട്ട് ചൊല്ല്. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. ഉഹുദ് മലയോളം വലിപ്പമുള്ള പ്രയാസങ്ങളും കടങ്ങളും ഉണ്ടെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമെന്ന് സ്വാദിഖുൽ അമീനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലോട്ട് കടന്നു വരുമ്പോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചിട്ട് വല്ലാതെ ദുഃഖത്തിലും പ്രയാസത്തിലും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ഉമാമയെ എങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ ഉമാമ, എന്തേ അബൂ ഉമാമ, നിനക്കെന്തേ മുഖത്തിന് വല്ലാത്ത ദുഃഖം തളം കെട്ടി കിടക്കുന്നുണ്ടല്ലോ, വല്ലാത്ത പ്രയാസം നിനക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ടല്ലോ, എന്തേ നിന്റെ മുഖത്ത് വല്ലാത്ത പ്രയാസം കാണുന്നത്, നിനക്ക് വല്ല രോഗങ്ങളും പിടിപെട്ടോ അബൂ ഉമാമ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് രോഗങ്ങളില്ല, എനിക്ക് അസുഖങ്ങളില്ല, എനിക്ക് ഒരേ ഒരു പ്രശ്നം മാത്രമാണ് എന്റെ ജീവിതത്തിലുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ കടം കയറി വന്നിട്ടുണ്ട് നബിയേ, എനിക്ക് വല്ലാത്ത കടമുണ്ട് യാ റസൂലല്ലാഹ്. അതെങ്ങനെ വീട്ടുമെന്നുള്ള ചിന്തയിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്ത ദുഃഖത്തിലാണ് നബിയേ. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അബൂ ഉമാമ, നിസ്കാരം കഴിഞ്ഞിട്ട് കൊണ്ട് നീ ദുആ ചെയ്യുമ്പോ, നിസ്കാരം കഴിഞ്ഞിട്ട് നീ ദുആ ചെയ്യുമ്പോ ഈ ദുആ അങ്ങോട്ട് അരന്നു കൊടുക്കണം അബൂ ഉമാമ. ഈ ദുആ അങ്ങോട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്കൊന്ന് ദുആ ചെയ്തു നോക്ക്, നിന്റെ കടങ്ങൾ മുഴുവനും വീടുന്നതാണ് എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് നമുക്ക് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാൻ ഇരിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും ധൃതിയാണ്. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് സലാമീട്ടിന്റെ താമസമുണ്ടല്ലോ, പള്ളിയുടെ പള്ളിയിലേക്ക് നമ്മൾ ഓടുകയാണ്. എന്തൊക്കെയോ നേടിയെടുക്കാൻ ആരൊക്കെയോ നമ്മളെ കാത്തു നിൽക്കുന്നത് പോലെ അല്ലാഹുവേ നമ്മുടെ പള്ളിയുടേതായ വെളിയിലേക്ക് നമ്മൾ ഓടുകയാണ്. ഇറങ്ങിയോടിയിട്ട് ആ പള്ളിയുടേതായ തിണ്ണയുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ പോയിരുന്നു കൊണ്ട് ചായ കുടിച്ചുകൊണ്ട് സ്വട പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട സമയമാണ്. എങ്ങനെയാണ് ചെറുപ്പക്കാരാ നിന്റെ ജീവിതത്തിന്റെ പ്രയാസം മാറിപ്പോകുന്നത്? എങ്ങനെയാ നിനക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുന്നത്? എങ്ങനെയാ നിനക്ക് രോഗം വരാതിരിക്കുന്നത്? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, ഉമ്മമാരോട്, സഹോദരിമാരോട്, പ്രിയപ്പെട്ട മുഅ്മിനേ, നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ഓടരുത്. ഇബ്ലീസ് വന്നുകൊണ്ട് നിന്നോട് പറയുമെടാ ചെറുപ്പക്കാരാ,
ഇബ്ലീസ് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ്, എടാ നിന്നെ തിരക്കി എവിടാ നിന്റെ കൂട്ടുകാരിരിക്കുന്നുണ്ട്, നിനക്ക് കളിക്കാൻ പോകണ്ടേ, നിനക്ക് അവിടെ പോയി ചായ കുടിക്കണ്ടേ എന്നൊക്കെ വന്നുകൊണ്ട് നിന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ട് ഇബ്ലീസ് വന്നുകൊണ്ട് പറയുമ്പോ ആ ഇബ്ലീസിനെ ഓടിക്കാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടാകണമെടാ പൊന്നുമോര്. ഇതിനുള്ള ഈമാൻ നിനക്കുണ്ടാകണം. ചായ കുടിക്കുന്നതിനേക്കാൾ എന്റെ കൂട്ടുകാരുമായിട്ട് കളിക്കാൻ വേണ്ടി പോകുന്നതിനേക്കാൾ മറ്റുള്ള എല്ലാത്തിനേക്കാൾ എനിക്ക് ഏറ്റവും വലുത് ഒരു നിമിഷമെങ്കിലും എന്റെ റബ്ബിന്റെ മുന്നിൽ എന്റെ പാപങ്ങൾ മുഴുവനും അഴിച്ചു വെച്ചുകൊണ്ടിരിക്കാനാണ് എനിക്ക് ഏറ്റവും ആഗ്രഹമെന്ന് തിരിച്ചു പറയാ കഴിയണം മോനെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെറുപ്പക്കാരനാകുന്ന അബൂ ഉമാമാ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അബൂ ഉമാമാ നിസ്കാരത്തിന് ശേഷം നീ ദുആ എങ്ങോട്ട് ചെയ്തു അബൂ ഉമാമാ? എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരിർ റിജാൽ. ഈ ദുആ അങ്ങോട്ട് ദുആ ചെയ്യുക. അബൂ ഉമാമാ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരി റിജാൽ. അദാലിയാര് തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് അതാ ഒരാൾ കടന്നു വരികയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് അല്ലാഹുവേ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, വലിയാര് തങ്ങളെ എന്നെയൊന്ന് സഹായിക്കണേ അലിയേ, എന്നെയൊന്ന് സഹായിക്കണേ അലിയേ, എന്നെയൊന്ന് സഹായിക്കണേ അലിയേ. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുമ്പോ അല്ലാഹുവേ അലിയാര് തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തേ നിനക്ക് എന്ത് സംഭവിച്ചു? ആരെങ്കിലും നിന്നെ ആക്രമിച്ചോ? ആരെങ്കിലും നിന്നെ ആക്രമിച്ചോ? എന്തിനാ ഇങ്ങനെ വാവിട്ടുകൊണ്ട് കരയുന്നതെന്ന് അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ അലിയാര് തങ്ങളോട് അറാബിയായ മനുഷ്യൻ പറയുന്ന, അലിയേ എനിക്ക് വല്ലാത്ത കടമാണ് അലിയേ, മാത്രമല്ല കേട്ടോ അറിയാതെ പോലും എന്റെ ജീവിതത്തിലേക്ക് ഹറാമിയത്ത് കടന്നു വരുന്നുണ്ട്, അറിയാതെ പോലും എന്റെ ജീവിതത്തിലേക്ക് ഹറാമിയത്ത് കടന്നു വരുന്നുണ്ട് അലിയാര് തങ്ങളെ. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ മക്കൾ മുഴുവനും ഹറാമിയത്ത് തിന്നുമോ എന്ന് ഞാൻ ഭയക്കുന്നു, എന്റെ ഭാര്യ ഹറാമിയത്ത് തിന്നുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്നതാ ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുമ്പോ അല്ലാഹുവേ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് വന്നുകൊണ്ട് പറയുമ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്? എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയും, അലിയാര് തങ്ങളെ എന്റെ ജീവിതത്തിൽ അതാ പട്ടിണിയും ദാരിദ്ര്യവും കടന്നു വന്നിട്ടുണ്ട്, പട്ടിണിയും ദാരിദ്ര്യവും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലിയാര് തങ്ങളെ ആ വിഷയത്തിൽ എന്നെയൊന്ന് സഹായിക്കണമെന്ന് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ അലിയാര് തങ്ങൾ പറയുന്നു, ഞാനതാ ഒരു ദുആ നിനക്ക് പഠിപ്പിച്ചു തരാം, നിനക്ക് എത്ര കടമുണ്ടെങ്കിലും അല്ലാഹു അത് വീട്ടി തരുന്നതാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു ദുആയുണ്ടല്ലോ, അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, അത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോ എന്നിട്ട് അലിയാർ തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ കഫിനി اللهم كفني بحلالك عن حرامك وغنني بفضلك عمن سواك. ഈ ദുആ അങ്ങോട്ട് ചെയ്യണം, ഈ ദുആ അങ്ങോട്ട് ചെയ്യണമെന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നിസ്കാരത്തിന് ശേഷം ഈ ദുആ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മമാരെ, ഇത് വെറും ചെറിയൊരു ദുആയാണല്ലോ. അല്ലാഹുമ്മ കഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഇത് അലി റളിയല്ലാഹു തആല അൻഹു അതാ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുത്ത ദുആയാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എനിക്ക് പഠിപ്പിച്ചു തന്ന ദുആയാണ് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഈ ദുആയുണ്ടല്ലോ, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 7 തവണ പതിവാക്കിയ നിന്റെ ജീവിതത്തിലേക്ക് പരാജയങ്ങൾ കടന്നു വരുന്നതല്ല, ദാരിദ്ര്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതല്ല, നിനക്ക് ദാരിദ്ര്യമുണ്ടാവില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു തന്റെ മുന്നിലേക്ക് വന്നതായ ഒരു മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ദാരിദ്ര്യമുണ്ടോ, നിനക്ക് പട്ടിണിയാണോ, നിനക്ക് പ്രശ്നങ്ങളാണോ? നിസ്കാരത്തിന് ശേഷം മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഇറങ്ങി ഓടാൻ പാടില്ല, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഇറങ്ങി ഓടാൻ പാടില്ല. ഈ ദുആ അങ്ങോട്ട് 7 തവണ അങ്ങോട്ട് ചൊല്ലിക്കോ, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് മഹാനായ റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. اللهم كفني بحلالك عن حرامك وغنني بفضلك عمن سواك. അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരാൾ കടം വാങ്ങുകയാണെങ്കിൽ അത് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. നമ്മൾ ഒരാളുമായിട്ട് നമ്മൾ കടം വാങ്ങുമ്പോൾ അദ്ദേഹവുമായിട്ട് നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ആ കടം വാങ്ങുന്ന സമയത്ത് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനോട് ഭരമേൽപ്പിച്ചിട്ട് വേണം നിങ്ങൾ കടം വാങ്ങാൻ. ഒരാളുമായിട്ട് നമ്മൾ കടം വാങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും പിഴവ് സംഭവിക്കുന്നത് അവിടെയാണ്. നമുക്കെല്ലാവർക്കും അബദ്ധം സംഭവിക്കുന്നത് അങ്ങനെയാണ്. കടം വാങ്ങണ്ടെന്നല്ല, പാവപ്പെട്ടവരായ ആൾക്കാര് സമ്പത്തുള്ളവരോട് കടം വാങ്ങും, അത് മനുഷ്യരാശി മുഴുവനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ കടം വാങ്ങുന്ന സമയത്ത് നമുക്ക് കടം തരുന്ന ആൾക്കാര് നമ്മളെക്കാളും വിശാലതയുള്ളവരാണ്, നമ്മളെക്കാളും മനസ്സിന് വിശാലതയുള്ളവരാണ് നമുക്ക് കടം തരുന്നവര്. അവൻ രക്ഷപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ അവൻ അതുകൊണ്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ അവനക്കൊരു സന്തോഷം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അവന്റെ ജീവിതം ഒന്ന് പച്ചപിടിക്കട്ടെ, അങ്ങനെ നല്ലത് കരുതിയിട്ടാണ് നമുക്ക് കടം തരുന്നത്. ആ കടം തരുന്ന ആൾക്കാര് നമ്മളോട് വലിയ സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് നമ്മൾ കടം വാങ്ങുന്ന സമയം അവരുമായിട്ട് നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അവരുമായിട്ട് നിങ്ങൾ കടം വാങ്ങുമ്പോ അല്ലാഹുവിലേക്ക് നിങ്ങൾ പരമേൽപ്പിക്കണേ. എങ്ങനെയാ പറയേണ്ടതെന്നറിയോ? അല്ലാഹുമ്മ അലൈക തദായന്തു വഅലൈക തവക്കൽതു വഇലൈക അംരി ഫവ്വൽതു. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മൾ ഒരാളുടെ കടം മേടിക്കുമ്പോൾ ഇത് പറയണം, അല്ലാഹുമ്മ അലൈക തദായന്തു വഅലൈക തവക്കൽതു വഇലൈക അംരി ഫവ്വൽതു എന്ന് പറയണമെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കടങ്ങളിൽ നിന്ന് അല്ലാഹു തആല സലാമത്തിലാക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം നമ്മുടെ ജീവിതം കുറച്ചു കാലം മാത്രമേ നമ്മളിവിടെ ജീവിക്കുന്നുള്ളൂ. ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് കുറച്ചു കാലം മാത്രമാണ്. കുറച്ചു കാലം മാത്രമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മളെല്ലാം വിചാരിക്കുന്നത് ഒരുപാട് കാലം നമ്മളിവിടെ ജീവിക്കുന്നു എന്നാണ്. ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ കെട്ടിടങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തില്, ആ കാലഘട്ടത്തിൽ നടന്നൊരു ചരിത്രമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് തന്റെ ജനങ്ങൾ വന്നു. മൂസാ നബിയുടെ അടുക്കലേക്ക് ജനങ്ങളെല്ലാം വരിക പരാതി ബോധിപ്പിക്കാൻ വേണ്ടി. എന്താ പരാതി? മഹാനായ മൂസാ നബിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോവുകയാണ്. ഞങ്ങളുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോവുകയാണ്. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് താലോലിക്കാൻ കിട്ടുന്നില്ല. എന്തോ ഒരു മുസീബത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെ ഒന്നും താലോലിക്കാനും ഓമനിക്കാനും വളർത്താനും ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങളുടെ മക്കളൊക്കെ മരണപ്പെട്ടു പോവുക, ചെറിയ പ്രായത്തിലെ അങ്ങ് മരണപ്പെട്ടു പോവുകയാണെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ ജനങ്ങൾ വന്നുകൊണ്ട് പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളൊക്കെ എത്ര കൊല്ലം ജീവിക്കും? എത്ര കൊല്ലമാണ് നിങ്ങളുടെ മക്കൾ ജീവിക്കുന്നത്? അപ്പോൾ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ പറഞ്ഞു, നബിയെ, അവര് 200-300 കൊല്ലമൊക്കെ ജീവിക്കുന്നുണ്ട് നബിയെ. 200-300 കൊല്ലം ജീവിക്കുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവർ മരണപ്പെട്ടു പോകുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. 200-300 കൊല്ലം ജീവിക്കുക, അത്രയും തന്നെ അവർക്ക് മതിയാകുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ 100-200 കൊല്ലം അവര് ജീവിച്ചിട്ടാ മരിക്കുന്നതെങ്കിൽ ഇനി ഒരു കാലമുണ്ട്, അവസാനം ഒരു നബി വരാനുണ്ട്, ഖാതിമുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ ജനങ്ങളുടെ പ്രായം എത്രയാണെന്നറിയോ? ആ പ്രവാചകന്റെ ജനങ്ങളുടേതായ പ്രായം എത്രയാണെന്നറിയോ? ബൈന 60 വ 70, 60-നും 70-നും ഇടയിലാണ് അവരുടെ പ്രായമെന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ജനങ്ങൾ താടിക്ക് കൈ കൊടുത്തിട്ട് അത്ഭുതത്തോടുകൂടി അവർ ചോദിച്ചു, നബിയെ, അവർ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ജീവിക്കാൻ വേണ്ടി വീടുകളൊക്കെ പണിയാറുണ്ടോ? വീടുകളൊക്കെ പണിയാറുണ്ടോ? അവർ അത്ഭുതത്തോടെ ചോദിക്കുക, വീടൊക്കെ പണിയാറുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവരുടെ ആയുസ് മുഴുവനും വീട് പണിയാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തു തീർക്കുന്നത്. അവരുടെ വീടും പണിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആയുസ് മുഴുവനും അവർ കളയുന്നത് എന്ന് സയ്യിദനാ മൂസൽ കലീം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറയാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ സത്യമായൊരു കാര്യമാണത്. വളരെ സത്യമായൊരു കാര്യമാണത്. നമുക്ക് കിട്ടുന്ന തുച്ഛമായ പ്രായത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമായി നമ്മൾ പോയി കടന്നുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മുഴുവനും നമ്മൾ കമ്പിയും സിമെന്റും വാങ്ങിയിട്ട് വലിയ മണിമാളികൾക്ക് സമാനമായി നിൽക്കുന്ന കൊട്ടാരം നമ്മൾ പണിഞ്ഞു വെച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, അതിൽ പോലും താമസിക്കാൻ വിധിയില്ലാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട് നമ്മളോട് വിട പറഞ്ഞു പോയവർ. അല്ലാഹു തആല അവർക്ക് സ്വർഗീയമായ കൊട്ടാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് സ്വർഗീയമായ കൊട്ടാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, നമുക്കുള്ളത് തുച്ഛമായ ആയുസ് മാത്രമാണ്. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ കാലിൽ നീര് കെട്ടുന്നത് പോലെ നിസ്കരിക്കുന്നത് എന്തിനാണ് നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ, നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഈ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന ഉഹുദ് മലയുണ്ടല്ലോ, ആ ഉഹുദ് മലയോളം നമ്മൾ അമലുമായിട്ട് വലിച്ചു കൊണ്ടുപോയാലും ശരി, ഐസലിഞ്ഞു പോകുന്നത് പോലെ നിന്റെ അമല് മുഴുവനും നാളെ പടച്ചവന്റെ പരലോകത്ത് വെച്ച് അത് മുഴുവനും അലിഞ്ഞു പോകും ആയിഷ.
എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഉഹുദ് മലയോളം നീ അമലുമായിട്ട് കടന്നു ചെന്നാലും ഐസലിഞ്ഞു പോകുന്നത് പോലെ നിന്റെ പാരത്രികമായ ലോകത്ത് വെച്ചുകൊണ്ട് അമല് മുഴുവനും അലിഞ്ഞു പോകുന്നതാണ്. എത്ര കൊണ്ടുപോയാലും മതി വരുന്നതല്ല, എത്ര കൊണ്ടുപോയാലും മതി വരുന്നിടമല്ല. അത്രയും ഭയാനകരമാണ് മഹ്ശർ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട്, അഫലാ അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറേണ്ടേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ ഉമ്മമാരെ, സഹോദരിമാര്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങള്, 5 നേരം നമ്മൾ നിസ്കരിച്ചാൽ തന്നെ നമുക്ക് എന്തൊരു അഹങ്കാരമോ, 5 നേരം നിസ്കരിച്ചാൽ തന്നെ നമുക്ക് എന്തൊരു അഹങ്കാരമോ. ആ നിസ്കരിച്ച നിസ്കാരം മുഴുവനും മറ്റുള്ളവനെ കുറിച്ച് ഈബത്തുകളും നമീമത്തുകളും പരദൂഷണവും ഏഷണിയും പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, അന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പേ നിന്റെ അമല് മുഴുവനും തീർന്നു പോകുന്നതാണ്, നിന്റെ അമല് മുഴുവനും തീർന്നു പോകുന്നതാണ്. എന്നിട്ട് നീ വീമ്പിളക്കിയിട്ട് കാര്യമുണ്ടോ? ആജിയാരെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരുപാട് ഉംറ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് അയൽവാസികളാകുന്ന പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് രസിക്കുന്ന ഉമ്മ, നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട കേട്ടോ. അത് മുഴുവനും അവർക്ക് പോകുന്നതാണ്, അത് മുഴുവനും നിന്റെ അയൽവാസികളായ പെണ്ണുങ്ങൾക്ക് പോകുന്നതാണ്. അതുകൊണ്ട് നിന്റെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ല്, നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ല്, നാവ് കൊണ്ട് ഇസ്തിഗ്ഫാറുകൾ ചൊല്ല്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു സഹാബി വനിത വന്നുകൊണ്ട്, ഒരു പെണ്ണ് വന്നുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ ഒരു ദിക്ർ പറഞ്ഞതാ നബിയേ. അതാ ഒരു പെണ്ണ് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു ദിക്ർ പറഞ്ഞു തരണം നബിയേ, എന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ദാരിദ്ര്യമാണ്, എപ്പോഴും പ്രയാസമാണ്, എപ്പോഴും കടങ്ങൾ മാത്രമാണ്. അങ്ങനെ ജീവിച്ചു മടുത്തു യാ റസൂലല്ലാഹ്. അതുകൊണ്ടൊരു ദിക്ർ പറഞ്ഞു തന്ന് എന്റെ ജീവിതം ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണേ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനതാ ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെ പെണ്ണുങ്ങളെ പോലെയല്ല. ഒരു ദിക്ർ പറഞ്ഞു കൊടുത്താ പിന്നെ ആ ദിക്ർ 2 ദിവസം ചൊല്ലും, അല്ലെങ്കിൽ ഒരാഴ്ച ചൊല്ലും. അത് കഴിഞ്ഞാ പിന്നെ ദിക്റില്ല, അത് കഴിഞ്ഞാ പിന്നെ സ്വലാത്തില്ല. പനി വരുമ്പോ മാത്രമാ ദിക്റുള്ളത്, അതാ തലവേദന വരുമ്പോ മാത്രമാ ദിക്റുള്ളത്, നടുവേദന വരുമ്പോ മാത്രമാ ദിക്റുള്ളത്, ഭർത്താവിന് വല്ലാതെ സുഖം പിടിച്ച് കിടക്കുമ്പോ മാത്രമാ ദിക്റുള്ളത്, മക്കള് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി മാത്രമാ നമ്മൾ ദിക്ർ ചൊല്ലുന്നത്, മകന് വല്ലാത്ത ജോലി കിട്ടാൻ വേണ്ടി, നല്ല ശമ്പളത്തിലുള്ള ജോലി കിട്ടാൻ വേണ്ടി മാത്രമാ നമ്മൾ ഖുർആൻ ഓതുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ദുനിയാവിന്റെ ആസ്വാദനത്തിനും അലങ്കാരത്തിനും വേണ്ടി മാത്രമല്ല നമ്മൾ ദിക്ർ ചൊല്ലേണ്ടത്. ദുനിയാവിന് വേണ്ടി മാത്രമല്ല നമ്മൾ ദിക്ർ ചൊല്ലേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന സഹാബി വനിതയുണ്ടല്ലോ, അവര് ദുനിയാവിന് വേണ്ടിയിട്ടാ ചോദിച്ചതെങ്കിൽ അവർ ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മളും ആഖിറത്തിന് വേണ്ടി ജീവിക്കൂ. അപ്പോഴാണ് നമുക്ക് അല്ലാഹു തആല ദുനിയാവ് തരുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ
നമ്മുടെ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നമ്മൾ ദുനിയാവിനെയാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്, ദുനിയാവിനെയാണ് നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത്. രണ്ടാമതായിട്ടാണ് ആഖിറം നമ്മൾ ചോദിക്കുന്നത്. ദുനിയാവിൽ ആഫിയത്തുണ്ടെങ്കിലേ നമുക്ക് നിസ്കരിക്കാൻ കഴിയൂ, പൈസയുണ്ടെങ്കിലേ സദഖ കൊടുക്കാൻ കഴിയൂ, ഐശ്വര്യങ്ങൾ വന്നാലേ മറ്റുള്ളവരോട് നമുക്ക് സുഖമായി ജീവിക്കാൻ കഴിയൂ, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂ. അങ്ങനെ അല്ലാഹു തആല അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടാണ് സഹാബാക്കൾ വന്നുകൊണ്ട് ചോദിച്ചു പോയെങ്കിൽ ഇന്ന് നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ്? ഇന്ന് നമ്മൾ ദിക്ർ ചൊല്ലുന്നത് എന്തിനാണ്? അല്ലാഹുവേ, വലിയ കൊട്ടാരമുണ്ടാക്കി 4 ഭാഗത്തും മതിലുകൾ കെട്ടിയിട്ട് ഞാനും എന്റെ മക്കളും മാത്രം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മൾ അതപ്പതിച്ചു പോയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ട ഉമ്മ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? 4 ഭാഗത്തും മതിൽ കെട്ടിയിട്ട് ഒരു വീടുണ്ടാക്കി അതിന് നടുക്ക് വെച്ചിട്ട് ആരും അറിയാതെ കിട്ടുന്നതെല്ലാം ഒറ്റയ്ക്ക് തിന്ന് ജീവിക്കുന്നവരല്ല മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ദാഹിച്ചു വലഞ്ഞു വന്നിരിക്കുന്നതായ ഒരു നായിക്ക്, ദാഹിച്ചു വലഞ്ഞു വന്നിരിക്കുന്ന ഒരു നായിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരില്, ദാഹിച്ചു വലഞ്ഞു വന്നിരിക്കുന്ന നായിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ്, ആ നായിക്ക് വെള്ളം കൊടുത്തതിന്റെ ദാഹം മാറ്റിയതിന്റെ പേരിൽ ജീവിതത്തിൽ വ്യഭിചാരം മാത്രം ചെയ്തിട്ടുള്ള, തെറ്റുകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു പെണ്ണിന് അല്ലാഹു തആല സ്വർഗം കൊടുത്തുപോയെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ, മനുഷ്യ സ്നേഹമാണ് കടന്നു വേണ്ടത്, മനുഷ്യന് സ്നേഹമാണ് കടന്നു വരേണ്ടത്. അല്ലാഹു നമ്മളെ സ്നേഹിക്കും ണ്ടല്ലോ, അല്ലാഹു നമ്മളോട് കാരുണ്യം ചെയ്യുന്നുണ്ടല്ലോ, അല്ലാഹു നമ്മളോട് കൃപ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് മാത്രം എന്തേ കൃപയില്ലാത്തത്? നമുക്ക് മാത്രം എന്തേ കാരുണ്യമില്ലാത്തത്? നമ്മുടെ കുടുംബക്കാരോട് പോലും പിണങ്ങി നിൽക്കുന്നവരുണ്ട്. നമ്മുടെ കുടുംബക്കാരോട് പോലും, വാപ്പയോടും ഉമ്മയോടും കൊച്ചാപ്പയോടും മൂത്താപ്പയോടും ഇളയാപ്പയോടും മുഴുവനും നമ്മൾ മിണ്ടാതിരിക്കുന്നവരുണ്ട്. നിങ്ങൾ സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക, നിങ്ങൾ സ്വർഗത്തിൽ കടക്കേണ്ടവരാണോ? നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലേ? അള്ളാഹുവിന് അനുഗ്രഹമാകുന്ന സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമില്ലേ? എന്നിട്ടാണോ നിങ്ങളുടെ കുടുംബവുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തത്, നിങ്ങളുടെ കുടുംബവുമായിട്ട് യാതൊരു സഹകരണവും ഇല്ലാത്തത്? അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ വെറുതെ മുസല്ലേ വന്നിട്ട് ഇങ്ങനെ നിസ്കരിച്ചിട്ട് അങ്ങനെ പോയാൽ ഒരു മനുഷ്യന്റെ കടമ തീരില്ല. ഒരു മനുഷ്യന് പല കടമകളുണ്ട്. ഒരു മാതാപിതാക്കള്, മക്കള്, അയൽവാസികളായിട്ട് പോലും നിങ്ങൾക്ക് കടമയും കടപ്പാടുമുണ്ട് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, നമ്മൾ ദിക്ർ ചൊല്ലുമ്പോ നമ്മുടെ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അപ്പുറം ആഖിറവും കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും, ആഖിറവും കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ദിക്ർ ചൊല്ലേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു സ്ത്രീ വന്നുകൊണ്ട്, വനിത വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും ദാരിദ്ര്യങ്ങളും അതാ കടന്നു വന്നിട്ടുണ്ട് നബിയേ. അതിൽ നിന്നൊന്ന് സലാമത്താകാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ദിക്ർ എനിക്കൊന്ന് പറഞ്ഞു തരണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പെണ്ണേ, ഒരേ ഒരു ദിക്ർ നീ അങ്ങോട്ട് ചൊല്ലിക്കോ, നിസ്കാരത്തിന് ശേഷം ഇരുന്ന് ചൊല്ലിക്കോ, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഇരുന്ന് ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏത് ദിക്റാണെന്നറിയോ? ഏത് ദിക്റാണെന്നറിയോ? ഈ ദിക്ർ ഞാൻ അങ്ങോട്ട് പറയുമ്പോ നമ്മൾ പറയും നമ്മളിത് സാധാരണ ചൊല്ലുന്ന ദിക്റാണല്ലോ, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ സാധാരണ ചൊല്ലുന്ന ദിക്റാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെണ്ണിനോട് പറയുന്ന പെണ്ണേ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, സാധാരണ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോ ഹറാമിയത്ത് കൊണ്ട് കണ്ണുകൊണ്ട് എന്തെങ്കിലും നമ്മൾ കാണുമ്പോ മാത്രമാ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുള്ളത്. എന്നാ നിന്റെ പാപങ്ങൾ പൊറുക്കുന്ന ദിക്ർ മാത്രമല്ല അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്റുണ്ടല്ലോ, നിന്റെ നാവ് കൊണ്ട് പെട്ടെന്ന് ചൊല്ലാൻ കഴിയുന്നതാണ് ഉമ്മ. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങള്, ദാരിദ്ര്യങ്ങള്, പ്രയാസങ്ങളുണ്ടല്ലോ, രോഗങ്ങളുണ്ടല്ലോ, ഇന്ന് രോഗങ്ങളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് രോഗമാണ്, ഭർത്താവിന് രോഗമാണ്, മാതാപിതാക്കൾക്ക് രോഗമാണ്, ഭാര്യയ്ക്ക് രോഗമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 5ഉം 6ഉം വയസ്സുള്ള നമ്മുടെ പൊന്നോമന മക്കൾക്ക് പോലും അല്ലാഹുവേ ക്യാൻസർ പിടിക്കുന്ന കാലമാണല്ലോ, ഷുഗർ പിടിക്കുന്ന കാലമാണല്ലോ, അറ്റാക്ക് വരുന്ന കാലമാണല്ലോ. അല്ലാഹുവേ, ഇടയ്ക്കതാ ഒരു പൊന്നുമോ മരിച്ചു. കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ അറ്റാക്കാണ്. ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ അറ്റാക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറ്റാക്ക് വരുമോ? സുബ്ഹാനല്ലാഹ്, 50ഉം 60ഉം 70ഉം വയസ്സ് കഴിഞ്ഞവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്കല്ലേ അറ്റാക്ക് വരൂ എന്ന് നമുക്കൊരു ധാരണയുണ്ട്. എന്നാൽ ആ കാലങ്ങളെല്ലാം കഴിഞ്ഞുപോയി, ആ കാലങ്ങളെല്ലാം കഴിഞ്ഞുപോയി. അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ളത് ചെറിയ കാലം മാത്രമാണ്, കുറച്ച് സമയം മാത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലണമെന്ന് പറയുന്നുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാ വേറൊരു ഹദീസിൽ കാണാ, ഈ ദിക്റും കൂടി അങ്ങോട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലിക്കോ, ഈ ദിക്റും ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്തിനാണെന്നറിയോ? അല്ലാഹുവിന് നമ്മളോട് കാരുണ്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് നമ്മളോട് കാരുണ്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ ഉമ്മ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വിഴുങ്ങുകയാണ്. അല്ലാഹുവേ, ദിവസങ്ങളോളം മാസങ്ങളോളം മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുകയാണ്. വല്ലാത്ത ഇരുട്ടാണല്ലോ, വല്ലാത്ത ഇരുട്ടാണല്ലോ. അല്ലാഹുവേ, ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഇരുളറയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഇരുളറയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ അക്രമം ചെയ്തവനാണ്, എന്റെ സമുദായത്തെയും വിട്ടുകൊണ്ട് ഞാൻ എറിഞ്ഞു വന്നവനാണ്, അവിടുന്ന് ഇറങ്ങി വന്നവനാണ്. എന്റെ സമുദായത്തെ നോക്കാതെ കണ്ട് ഞാൻ ഇറങ്ങി വന്നവനാണ്, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദിക്ർ അങ്ങോട്ട് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് കാരുണ്യമുണ്ടായെന്ന് ചരിത്രമതാ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ,
അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ നമ്മളോട് പറഞ്ഞു തരികയാണ്, നിന്നോട് അല്ലാഹുവിന് വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്ന ദിക്റാണ് ഇത്. ചൊല്ലിക്കോ എടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, ഉസ്താദേ അല്ല എനിക്ക് പുറത്തു തരുമോ, അല്ല എനിക്ക് പുറത്തു തരുമോ? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്, കഞ്ചാവടിച്ചവനാണ്, വെള്ളമടിക്കുന്നവനാണ്, പെണ്ണ് പിടിക്കുന്നവനാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാത്തൊരു തെറ്റുകളുമില്ല, ഞാൻ ജീവിതത്തിൽ ചെയ്യാത്തൊരു തെറ്റുകളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എടാ പൊന്നുമോനെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ യാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തവനാണ്, വ്യഭിചാരം ചെയ്യുന്നവനാണ്, എനിക്കല്ല പുറത്തു തരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എടാ പൊന്നുമോനെ, അല്ലാഹുവിനോട് തൗബ ചെയ്യടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, നീ എത്ര തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അല്ലാഹു തആല നിന്നോട് കാരുണ്യമുണ്ടാകാൻ, അല്ലാഹുവിന് നിനക്ക് സന്തോഷമുണ്ടാകാൻ ഈ ദിക്റങ്ങോട്ട് അനുകരിപ്പിച്ചോ. ഏത് ദിക്റാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റങ്ങോട്ട് ചൊല്ലണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരാ, നമ്മളിന്ന് തെറ്റുകളുടേതായ കൂമ്പാരങ്ങൾ കൊണ്ട് നമ്മൾ മുങ്ങിക്കിടക്കുകയാണ്. ഒരു ദിവസം നമ്മൾ എണ്ണിയാലൊതുങ്ങാത്ത തെറ്റുകളാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈലെടുത്ത് തുറന്നാൽ തന്നെ നമ്മൾ ഹറാമിയത്താ കാണുന്നത്. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ തെറ്റുകട കൂമ്പാരം നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം ഒരു ഭാഗത്തോട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു ഭാഗത്തോടെ അമൽ ചെയ്യുന്നു, ഒരു ഭാഗത്തോടെ അമലുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ സൂക്ഷിക്കേണ്ട കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിമായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് പരമാവധി നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ദിക്ർ ചൊല്ലാൻ നമ്മളെല്ലാവരും അതിനുവേണ്ടി താല്പര്യം കാണിക്കണം, പരിശ്രമിക്കണം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ നല്ലതുപോലെ അങ്ങോട്ട് 101 പ്രാവശ്യം നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ അങ്ങോട്ട് ചൊല്ലണം. ഇനി 101 പ്രാവശ്യം നിങ്ങൾക്ക് ആർക്കും ചൊല്ലാനും കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ 71 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുക. 71 പ്രാവശ്യം, 71 പ്രാവശ്യമെങ്കിലും ചൊല്ലണം. ആ ദിക്ർ ചൊല്ലിയാല് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അല്ലാഹു തആല നമ്മളോട് വല്ലാതെ കാരുണ്യമുള്ളവനാകും. അപ്പോ കാരുണ്യമുള്ളവനാകുമ്പോ നമ്മളോട് കരുണയില് അല്ലാഹു തആല നമ്മളോട് ചെയ്യുകയുള്ളൂ, നമ്മളോട് പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാഹു തആല നമുക്ക് കരുണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.